ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിത്യാസ് ഡെസ്ക്. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഇന്നലെ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് BSc നഴ്സിംഗിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും സിമറ്റിൻ്റെ കോളേജുകളിലുമൊക്കെ അഡ്മിഷൻ കിട്ടിയതെന്ന്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഓരോ കോഴ്സിലും അഡ്മിഷൻ ലഭിച്ചത് എന്നാണ്. ഓരോ കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും സിമറ്റിൻ്റെ കോളേജിലുമൊക്കെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിയാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. കാരണം ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികൾക്ക് വരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര ഇൻഡെക്സ് മാർക്കാണെന്ന് ഒരു പക്ഷേ ഓരോ കോളേജിലും ഗവൺമെൻറ് ആയിക്കോട്ടെ സെൽഫ് ഫിനാൻസിങ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പാരാമെഡിക്കൽ കോഴ്സുകൾ പ്രധാനമായിട്ടുള്ളത് BSc അനസ്തേഷ്യ ടെക്നോളജി, BSc റെസ്പിറേറ്ററി ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി, BSc MLT, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഇത്രയും കോഴ്സുകളായിരുന്നു പാരാമെഡിക്കലിന് കഴിഞ്ഞൊരു വർഷം ഉണ്ടായിരുന്നത്. ഇനി അടുത്ത് ഈ ഓരോ കോഴ്സിനും എത്ര കോളേജുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. അനസ്തേഷ്യ ടെക്നോളജിക്ക് 4 കോളേജും, ഡയാലിസിസ് ടെക്നോളജിക്ക് 11 കോളേജും, ഒപ്റ്റോമെട്രി 14 കോളേജും, എമർജൻസി മെഡിക്കൽ ടെക്നോളജി 2 കോളേജും, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 2 കോളേജും, BPTക്ക് 26 കോളേജും, MLTക്ക് 40 കോളേജുമായിരുന്നു. ബാക്കി പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കോളേജ് ഏതൊക്കെ കോളേജാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ്, ഒരു പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ആ ഒരു കോഴ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ടോ. അല്ലാതെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി ആരും ഒരു കോഴ്സ് ചൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യമുള്ളത് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചിട്ട് കാര്യമില്ല, നല്ല കോളേജിൽ തന്നെ പഠിക്കണം, എന്നാലേ അതിനൊരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇതിലിപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 കോഴ്സുകൾക്ക് ഏതൊക്കെ കോളേജ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യമുള്ളത്, അതായത് ഏതൊക്കെ കോളേജിൽ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിൽ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ LBSൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ എല്ലാം നമുക്കൊരു ഡേറ്റ അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. ഇനി നമ്മൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയാണ് ഓരോ പാരാമെഡിക്കൽ കോഴ്സിനും കുട്ടികൾക്ക് അഡ്മിഷൻ, എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത് ഞാനിപ്പം പറയുന്നത് 2025 ഡേറ്റ വെച്ചിട്ടാണ്. നമുക്കറിയാം 2026 ഹയർ സെക്കൻഡറി എക്സാം 2025 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്, മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്. 2025 വെച്ച് നോക്കുമ്പോൾ 2026 കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം 250 മാർക്കുള്ള ഒരു കുട്ടിക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ BSc നഴ്സിംഗിന് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഈ 250 മാർക്കുള്ള കുട്ടിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇത്തവണ എക്സാം കുറച്ചുകൂടെ സിമ്പിളായതുകൊണ്ട് കുറേ കൂടെ കുട്ടികൾക്ക് മാർക്ക് കാണും, അതിനനുസരിച്ച് റാങ്ക് കൂടും. അപ്പോൾ ഈ റാങ്ക് കൂടും, അപ്പോൾ അതിനനുസരിച്ച് ഇൻഡെക്സ് മാർക്ക് കൂടും. ഇൻഡെക്സ് മാർക്ക് കൂടുമ്പോൾ മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങളൊരു ബിലോ 250 ഒക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ജനറൽ കാറ്റഗറിയാണ്, ജനറൽ മാത്രമല്ല OBC EWS തുടങ്ങിയ കാറ്റഗറി, OEC കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ കേരളത്തിലൊരു അഡ്മിഷൻ നിങ്ങൾ ഒരു വർഷം കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ലാസ്റ്റ് ഒരു 10-17 അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പക്ഷേ അതിനുള്ള ചാൻസ് ഈ ഒരു വർഷം കുറവായിരിക്കും. കാരണം ഈ വർഷത്തെ എക്സാം കുറച്ചുകൂടെ സിമ്പിളായിരുന്നു, അതുകൊണ്ട് തന്നെ മാർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 250 ബിലോക്ക് 250, ഒരു 260 ബിലോ 250 അല്ല, ഒരു 260 താഴെയുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഏത് BSc നേഴ്സിങ്ങിന്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 251 മാർക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു കോളേജ് ഇപ്പം നിങ്ങൾ പ്രതീക്ഷ എത്ര മികച്ച കോളേജ് ആവില്ല, ഒരു ഇച്ചിരി ലോ ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരിക്കും ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷ ഒരു നല്ല കോളേജിലൊക്കെ വേണമെങ്കിൽ നല്ല മാർക്ക് തന്നെ വേണം. ഇപ്പം ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ നല്ല മാർക്ക് വേണം. അതുപോലെ നല്ല നല്ല സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം. ഒരു 275 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കായിരിക്കും സ്റ്റേറ്റ് മെറിറ്റിലൊക്കെ ഒരു നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ. 275 ആ ഒരു ആവറേജ് കണക്കാണ്. ഇതൊന്നും ഞാൻ പറയുന്നത് കൃത്യമല്ല, കാരണം ഞാൻ 2025 ഇപ്പം 260, 272, 79 മാർക്കുള്ള കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി കോളേജുകൾ കിട്ടിയിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ്. അപ്പം ഈ ഒരു വർഷം കുറച്ചുകൂടെ എക്സാം സിമ്പിൾ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ, കാരണം പൊതുവേ കുട്ടികൾക്ക് മാർക്ക് കൂടുതലാണ്. അപ്പം മാർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും നല്ല നല്ല കോളേജുകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വർഷം വേസ്റ്റ് ചെയ്യാതെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, 2025 BSc MLTക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടിയുടെ റാങ്ക്, ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് 169 ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചത് 24ാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തപ്പോഴാണ്. ഓക്കെ, ഇനി അടുത്ത ഈഴവ കാറ്റഗറി 175 ഇൻഡെക്സ് മാർക്കിന് കിട്ടിയിട്ടുണ്ട്. അത് 22ാമത്തെ അലോട്ട്മെൻറ്റ് ആയിരുന്നു. BH കാറ്റഗറി 199, LC കാറ്റഗറി 252, VK കാറ്റഗറി 250, DV കാറ്റഗറി 235, ST കാറ്റഗറി 204. ഞാൻ ലാസ്റ്റ് കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ലാസ്റ്റ് വരുന്ന കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കാറ്റഗറി ഇല്ല എന്നുണ്ടെങ്കിൽ അത് റീസൺ എന്ന് വെച്ചാൽ ആ ഒരു കോളേജിൽ, അല്ലെങ്കിൽ ഞാൻ അടുപ്പിച്ച് നോക്കി കുറച്ചധികം കോളേജിൽ ആ ഒരു കാറ്റഗറി ഉള്ള കുട്ടികളുടെ റാങ്ക് ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പം ഇൻഡെക്സ് മാർക്ക് ആ ഒരു കാറ്റഗറി, ഇപ്പോൾ ഇതിനകത്ത് KN കാറ്റഗറി, KU കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഒന്നും ഈ ഒരു ഞാൻ നോക്കിയ കോളേജിൽ BSc MLTക്ക് ആ കുട്ടികൾക്ക്, ആ ഒരു കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയാത്തത്. ഇനി ഗവൺമെൻറ്റിൽ BSc MLTക്ക് കിട്ടിയത് സ്റ്റേറ്റ് മെറിറ്റിൽ 283 ഇൻഡെക്സ് മാർക്കും, BH കാറ്റഗറി 157, മുസ്ലിം കാറ്റഗറി 285, DV കാറ്റഗറി 257, ST കാറ്റഗറി 250 ഗവൺമെൻറ്റിൽ ലഭിച്ചതാണ്. നെക്സ്റ്റ് കോഴ്സ് BPT ആണ്. BPTക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 204 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി 234, ഈഴവ 224, VK കാറ്റഗറി 235. നെക്സ്റ്റ് BPTക്ക് ഗവൺമെൻറ്റിൽ 293 മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 23ാമത്തെ അലോട്ട്മെൻറ്റിലായിരുന്നു. EWSന് 298 മാർക്കുള്ള കുട്ടിക്കാണ് BPTക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയത്. SC കാറ്റഗറി 297, KN കാറ്റഗറി 241, KU കാറ്റഗറി 159 ഗവൺമെൻറ്റിൽ BPTക്ക് ലഭിച്ചത്. ഈ രണ്ട് കോഴ്സിനെ പറ്റിയാണ് കുറച്ചധികം കുട്ടികൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ രണ്ട് കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് ആ ഒരു കോഴ്സിലേക്ക് നോക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് LBSൻ്റെ സൈറ്റിൽ കയറി അതിൻ്റെ ഡേറ്റ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് എത്രയും വേഗം അറിയാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.